എല്ലാവർക്കും എൻ്റെ ഇൻ്റർനാഷണൽ മെൻസ് ഡേ ആശംസകൾ. അപ്പം നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പണ്ടുള്ള ജനറേഷൻ അല്ലെങ്കിൽ 1-2 ജനറേഷനുകൾ മുമ്പുള്ള ആണുങ്ങളും ഇപ്പോഴത്തെ ആണുങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, പ്രകടമായ വ്യത്യാസങ്ങൾ, ചില എക്സാമ്പിൾസ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് സാഹചര്യങ്ങൾ മൂലമുള്ള മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ സാമൂഹികമായും സാംസ്കാരികമായും ആൾക്കാരിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുള്ള വന്നിരിക്കുന്ന പല വ്യത്യാസങ്ങളും ഉണ്ടാകും. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കുക്കിങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ, പണ്ട് നമുക്കറിയാം, ഒരു 1-2 ജനറേഷൻ മുന്നേ ആണെങ്കിൽ ആണുങ്ങൾ ഇപ്പോൾ അടുക്കളയ്ക്ക് ചെല്ലുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു ചോദ്യം ഉണ്ടാവും, ആണുങ്ങൾക്ക് എന്താണ് അടുക്കളയിൽ കാര്യം, അല്ലെങ്കിൽ എന്താണ് അവരവിടെ വരുന്നത്. അപ്പം അങ്ങനെ ആ ഒരു വേർതിരിവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ കുക്കിംഗ് പോലുള്ള ഇതിൽ നിന്ന് മാറി നിൽക്കുകയും, അത് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രകടമായ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉള്ള പല ആളുകളും, പല ആൺകുട്ടികളും ഈ പറഞ്ഞ പോലെ പല സർക്കംസ്റ്റാൻസസിന്റെ ഭാഗങ്ങളായിട്ട് അവർ പലരും കുക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് ഒരു എക്സാമ്പിളാണ്. അതുപോലുള്ള പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ നിന്ന് ദ ടേക്ക് എവേ തിങ് ഈസ്, നമുക്കറിയാം, നമ്മൾ ഇന്റർനാഷണൽ വിമൻസ് ഡേ ആഘോഷിക്കാറുണ്ട്, ഇന്റർനാഷണൽ മെൻസ് ഡേ ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഈ പറയുന്ന പോലെ വിമൻസ് ഡേ ആഘോഷിക്കുന്ന ആളുകൾ അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, യു മേക്ക് ദാറ്റ് ചേഞ്ച് ഫ്രം യുവർ ഹോം. വീട്ടിൽ നിന്ന് ആ മാറ്റങ്ങൾ തുടങ്ങുക. ഇപ്പം നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഗെറ്റ് ദം ഇൻവോൾവ് ഇൻ ദ തിങ്സ് ലൈക്ക് ദിസ്, so that they will consider everyone or treat everyone equally. അപ്പൊ അതാണ് അതിനകത്ത് വലിയ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇതുപോലെ ഒരാള് വന്ന് ഒരു സുപ്രഭാതത്തിൽ അയാൾക്കൊരു മാറ്റം വരുന്നതിനെക്കാട്ടിലും യു മേക്ക് ദാറ്റ് ചേഞ്ച് ഫ്രം ഹോം ഇറ്റ് സെൽഫ്. അപ്പം അങ്ങനെയുള്ള ആ ഒരു സ്റ്റാർട്ടിങ് വീട്ടിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ അത് കുക്കിംഗ് ആവട്ടെ, ഹൗ ടു ട്രീറ്റ് എവ്രി വൺ ഈക്വലി, അങ്ങനെയുള്ള എന്ത് ആസ്പെക്ട്സ് ആവട്ടെ, ഇഫ് യു സ്റ്റാർട്ട് ഫ്രം ഹോം, അത് ഇപ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ പലതും, ഇഫ് ദർ ആർ സം ഡിഫറൻസസ് ദാറ്റ് സ്റ്റിൽ ഹാപ്പനിങ്, ആ കാര്യങ്ങളും ഇനിയുള്ള വരുന്ന ജനറേഷനിൽ യു ക്യാൻ കറക്റ്റ് ഇറ്റ്. അപ്പം അത് ലെറ്റ് സ്റ്റാർട്ട് ദീസ് തിങ്സ് ഫ്രം അവർ ഹോം ഇറ്റ് സെൽഫ് ബൈ സെറ്റിംഗ് അപ്പ് ആൻ എക്സാമ്പിൾ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും